പ്രോട്ടോൺ ഇലക്ട്രോൺ എനർജിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ നിലനിർത്തുന്ന അതിൻ്റെ സന്തുലിത അവസ്ഥയെ നിലനിർത്തുന്ന ഓസിലേറ്റിംഗ് എനർജിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുമായിട്ട് പഞ്ചകോശങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇല്ല, അതുമായിട്ട് പഞ്ചകോശമായിട്ട് ഒരു ബന്ധവുമില്ല. പഞ്ചകോശങ്ങളെന്ന് പറയുന്നത് 5 കോശങ്ങളാണ്. അതായത് മനുഷ്യൻ്റെ സാധാരണ പ്രവൃത്തിയിൽ ഈ നമുക്ക് ദൈവത്തെ അല്ലെങ്കിൽ ആത്മാവിലേക്ക് എത്തിച്ചേരാൻ പറ്റും, ആത്മാവിനെ അറിയാനോ ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത തടഞ്ഞു നിൽക്കുന്ന ഇതാണ് കോശങ്ങളായിട്ട് നിൽക്കുന്നത്. കോശം എന്ന് പറഞ്ഞാൽ തടർച്ച ഇതായിട്ട് ആവരണമായിട്ട് നിൽക്കുന്നതാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചമയ ശരീരം. ഇപ്പം നമ്മൾ ശരീരത്തെ പറ്റി നമ്മൾ ശരീരത്തിൻ്റെ മറന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫുൾ ടൈം പണിയെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാണം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും, ഫുൾ ടൈം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. അതിന് നമ്മൾ ചലനം നിർത്താൻ പറ്റിയില്ല. ചലനത്തിൻ്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കോശ അവസ്ഥ മാറും. അതിൻ്റെ ആവരണ അവസ്ഥ മാറും. പിന്നെ പ്രാണനെ പറ്റി പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രാണൻ്റെ ചലനം ഒരു കേന്ദ്രീകൃത അവസ്ഥയിൽ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പം അതിൻ്റെ കോശ സ്വഭാവം മാറും. അതേപോലെ മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സ് ഇതില്ലേ വൃക്ഷം, അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിൻ്റെ ഇത് ഉണ്ടല്ലോ. അപ്പം അതും ആവരണ സ്വഭാവമാണ്. അതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ ആത്മാവിനെ അറിയുന്നില്ല. അതേപോലെ തന്നെ മനോമയ കോശം, പിന്നെ വിജ്ഞാനമയ കോശം, അത് നമ്മുടെ അറിവുകളാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവുകളാണ്. ഈ അറിവുകളൊന്നും ആത്മാവിനെ അറിയാനുള്ള അറിവുകളല്ല. ഫിസിക്കൽ നോളജ് ഒന്നും ആത്മാവിനെ അറിയാൻ എത്തിക്കുന്നില്ല. അപ്പം അതാണ് വിജ്ഞാനമയ കോശം, അത് കോശമായിട്ട് വർത്തിക്കുകയാണ്. പിന്നെ ആനന്ദമയ കോശം, അവിടെയാണ് ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളത് ഇന്നത്തെ സമൂഹത്തിൽ. ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത് ഈ ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ അവൻ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണ അവസ്ഥയാണെന്നാണ്. ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവിനെ അറിയണമല്ലോ അവിടെ. പക്ഷേ ആത്മാവിനെ അറിയാത്തൊരു ആനന്ദ തലാണ്. അതാണ് നിദ്ര. നമ്മുടെ ഉറക്കമെന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പ്. ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ആനന്ദമുണ്ട്, പ്രാണൻ ആനന്ദത്തിലാണപ്പോൾ, വേറെ ഇതൊന്നുമില്ല. പക്ഷേ അത് ആത്മാവിന് കോശമായിട്ടാണ് വർത്തിക്കുന്നത്. ആത്മാവിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉറക്കം വിടുന്നില്ല, നമ്മുടെ നിദ്ര അതിലേക്ക് വിടുന്നില്ല. അതുകൊണ്ട് അതും കോശമാണ്, ആനന്ദമയ കോശമാണ്. ആനന്ദമാണ്, പക്ഷേ അത് കോശമാണ്, ആത്മാവിന് മറയാണ്. അതിനേതാണ്ട് ഇത് ആനന്ദമയ കോശത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളേതാണ്ട് ഭയങ്കര ആനന്ദം എന്നാണ് ഈ പണ്ഡിതന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പലരും ഇങ്ങനെ പറയണമെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വരും. കാര്യം വെച്ചാൽ ഇത്രയും അറിയാതെ എന്തിനാണ് ഇവർ ഇത്രയും ബലം പിടിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാൻ മേലാത്തത്. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ അത് കോശമാണ്, അത് ആനന്ദമാണ്, പക്ഷേ അത് ഉറക്കത്തിലുള്ള ആനന്ദമാണ്. ഉറക്കത്തിൽ ജീവൻ അനുഭവിക്കുന്ന ആനന്ദത്തെപ്പറ്റിയാണ് ആനന്ദമയ കോശം പറയുന്നത്. പക്ഷേ അവിടെ ആത്മാവിനെ അറിയുന്നില്ല. അപ്പോൾ ആത്മാവിന് മറയായി നിൽക്കുന്ന 5 മനുഷ്യ ശരീരത്തിലെ പ്രവർത്തന മണ്ഡലങ്ങളാണ് ഈ പഞ്ചമയ കോശം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങ് പറഞ്ഞ പഞ്ചമയ കോശങ്ങളെന്ന് പറയുന്നത് ഓരോ തടസ്സങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആവരണമാണ് പഞ്ചമയ കോശം. അതെ അതെ. അപ്പം അതെങ്ങനെയാണ് ഓരോന്നും ഓരോ ലെയർ പോലെ ഇങ്ങനെ ഒന്നിനെ കണക്റ്റഡ് ആണോ? അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോന്നിനെയും നമ്മൾ പൊട്ടിച്ച് പോയാലേ നമ്മൾ അതിൻ്റെ എന്താണ് ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ എത്തും എന്നുള്ളതിനെക്കുറിച്ചാണ്. അതാണ് ഈ കോശങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ലെയർ പുതിയ അതിൻ്റെ പുറത്തായിട്ടല്ല, അത് ഓരോ പ്രവൃത്തി പദങ്ങളാണ്. ശരീരം പ്രവർത്തിക്കുന്നത് ശരീരത്തിൻ്റെ ഇതിലാണ്, മനസ്സ് പ്രവർത്തിക്കുന്നതും പ്രാണം പ്രവർത്തിക്കുന്നതും എല്ലാം പ്രത്യേകം അതായത് ഓരോ ഇതാണ്. ഈ പഞ്ചമയ കോശം തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ. മനുഷ്യനിൽ പറഞ്ഞ സോഫ്റ്റ്വെയർ അല്ലേ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വൃക്ഷത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാം പ്രവർത്തനത്തിൽ ഇത് ചെയ്യുന്നത് ഇതിൽ കൂടിയാണ്. അതിനെ വെട്ടിമുറിക്കാൻ നമുക്ക് ഈ പഞ്ചമയ കോശത്തിനെ തരണം ചെയ്ത് ആത്മാവിലേക്ക് എത്താനുള്ള ഒരു ഏറ്റവും വലിയ പുതിയ ട്രിക്കല്ല, അതൊരു പുതിയൊരു ഇതാണ്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ധ്യാനങ്ങളിൽ ഇത് നൃത്തവും അതേപോലെ സംഗീതവും ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ശരീരത്തെ മറക്കുന്നുണ്ട്. ആ നൃത്തത്തിലും പാട്ടിലും എല്ലാം വരുമ്പോൾ നമ്മുടെ ശരീരത്തെ സ്വയം മറക്കുന്നൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിയവരാണ് ഈ ശൂലം കുത്തി ഇതൊക്കെ നടക്കുന്നത്. അവരങ്ങനെ ഇതിലൊക്കെ വന്ന് ശരീരത്തിന് മറക്കും. അവർക്ക് വേദന ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു ശൈലിയിലേക്ക് മനുഷ്യൻ അങ്ങനെ എത്താം. അപ്പോൾ അന്നമയ കോശത്തിൻ്റെ ആവരണത്തിനെ അവിടെ കളഞ്ഞപ്പോൾ അത് അറിയുന്നില്ല നമ്മൾ. പിന്നെ മനോമയ കോശം ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ നൃത്തത്തിലും ശബ്ദത്തിലും ഡെപ്തായിട്ട് നാമകീർത്തനങ്ങളിൽ നമ്മൾ ലയിച്ച് മുങ്ങി കുളിക്കുമ്പോൾ
നമ്മുടെ മനസ്സിന് അവിടെ നമ്മൾ അപ്പം ഈ പഞ്ചകോശങ്ങളെല്ലാം ആവരണങ്ങൾ ഇല്ലാതായിട്ട് മാറും. അപ്പം ശുദ്ധം, അപ്പം ആത്മാവിലേക്ക് അടുക്കാനുള്ള അവസ്ഥയിലേക്ക് വരും. ആത്മാവിലേക്ക് എത്തിച്ചേരില്ല എന്നാൽ, പക്ഷേ അതിനുള്ള സാധ്യതകളാണ് ഈ ഇങ്ങനത്തെ ഉള്ള ഈ നാമജപത്തിലേക്ക്, നാമജപം പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഋഷികൾ അതിനെപ്പറ്റി പറയുന്നത്. താളമേളങ്ങളോട് കൂടിയുള്ള നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്നർ അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക, മുങ്ങിക്കുളിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഈ സംഗീതത്തിലും നൃത്തത്തിലും എല്ലാം നമ്മൾ സംഗീതത്തിൽ ലയിക്കുമ്പോഴാണല്ലോ നമ്മൾ നൃത്തം ചെയ്യുന്നത്. നൃത്തം ചെയ്യുന്ന പറഞ്ഞാൽ ആ സംഗീതത്തിൽ കിടന്ന് നമ്മൾ ഇതാണ്, സ്വിമ്മിങ് ആണത്, തുഴയിലാണ് നമ്മൾ തുഴഞ്ഞ് സ്വന്തമായിട്ട് ശരീരം. അപ്പം ഈ കോശങ്ങൾ ആവരണം ഇല്ലാതാകാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമാണ് ഈ ഇതിലുള്ളത്, ഈ നാമകീർത്തനങ്ങളും ഈ പൂരന്തുള്ളൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകുന്നത്. ഞാൻ അങ്ങയുടെ ഈ ബുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴത്തേന് ബൈബിളിലുള്ള ഉപമകളുമായിട്ടൊക്കെ വേദത്തെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു. ബൈബിളിലെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചൊക്കെ പറയുന്ന ഉപമകളൊക്കെ ഇല്ലേ, അതുമായിട്ടൊക്കെ ഒരു കണക്ഷനുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം എന്താണ് അങ്ങനെ ഈ ബുക്കിലൊരു കണക്ഷൻ കൊണ്ടുവരാനുള്ള? യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപമകളെല്ലാം ഈ വേദാന്തത്തിലുള്ള ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതുപോലെയാണ്. കാര്യം വെച്ചാൽ അറിവിൽ അടുത്തുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ആ രീതിയിലാണ് യേശുക്രിസ്തു പറഞ്ഞത്. അന്നുള്ള ജനങ്ങൾ ഇങ്ങേര് പറയണത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് അന്നുമല്ല, ഇന്നത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പോലും അതെന്നാണെന്ന് അറിയില്ല. ഇപ്പം മുന്തിരിത്തോട്ടത്തിലെ കർഷകൻ്റെ ഉപമ തന്നെ നമുക്കൊന്ന് എടുക്കാം എക്സാമ്പിളായിട്ട്. യേശുക്രിസ്തു പറഞ്ഞു തന്നതാണ്. ഒരു കൃഷിക്കാരൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് എല്ലാത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം കൊടുത്തു വെച്ചും കർഷകരെ ഏൽപ്പിച്ചും പോകുന്നെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫലം എടുക്കാനായിട്ട് വരുമ്പോൾ ചോദിക്കുമ്പോൾ വിലക്കാരെ വിട്ട് അവരെയൊക്കെ കൊല്ലുകയും മരത്തല്ലുകയും അങ്ങനെയെല്ലാം ചെയ്ത് അവരെ ഉപദ്രവിക്കുന്നു. പക്ഷേ ഈ ഫലം എന്ന് പറയണത് എന്താണെന്നാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വേദാന്തമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ മനുഷ്യനെ എത്തിച്ചേരേണ്ട പൂർണ്ണാവസ്ഥ എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. അപ്പോൾ അവിടുത്തെ ജീവിത രീതിയൊന്നും ആത്മജ്ഞാനത്തിലേക്ക് ഇവരെ എത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഫലം കിട്ടുന്നില്ല. ഫലം കിട്ടാത്തൊരവസ്ഥയിലാണ് അവർ ഇവിടെ ജീവിതം. അപ്പോൾ ഫലം കിട്ടുന്ന അവസ്ഥയിലേക്ക് അവർ ജീവിക്കുകയില്ല. അപ്പോൾ അതിൻ്റെതാണ് ഈ വേദാന്തമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആത്മജ്ഞാനത്തിലേക്ക് എത്താവുന്നൊരു തലമുണ്ട്. ആ തലത്തിലേക്ക് ഈ ജീവിത രീതി കൊണ്ട് എത്തിയാലെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നാൽ സ്വന്തം പുത്രനെ തന്നെ വിട്ട അവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം പുത്രൻ, അത് യേശുക്രിസ്തുവിനെ തന്നെ യേശുക്രിസ്തു പറയുകയാണ്. ഒരു നടക്കാൻ പോണ സംഭവത്തെപ്പറ്റി യേശുക്രിസ്തു പറയുകയാണ്. സ്വന്തം പുത്രനായിട്ടാണല്ലോ യേശുക്രിസ്തു വന്നെന്ന് പറയുന്നത്, ഇവർ തന്നെ പറയുന്നത്. അന്നേരം കൊല്ലുകയല്ലേ ചെയ്തത്. കൊന്നു കഴിഞ്ഞപ്പോൾ എന്നതാണ് അവർ ആ തോട്ടത്തിൻ്റെ അവകാശികളായിട്ട് അവർ മാറി. ഈ കർഷകർ പുത്രനാണ്, ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അവകാശം കിട്ടും. അപ്പോൾ അവനെ കൊന്നിട്ട് അവകാശം എടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് അവകാശമാണ് അവർ സ്ഥാപിച്ചിരിക്കണമെന്ന് അറിയാമോ? ധൂർത്തപുത്രൻ്റെ അവകാശമാണ്. എന്ന് വെച്ചാൽ ഭോഗങ്ങളിൽ മുഴുകി കുളിച്ച് ജീവിക്കാനുള്ള അവകാശം അവർ നേടിയെടുക്കുകയാണ് ചെയ്തത്. അവിടെ ആത്മജ്ഞാനത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗവും ഒരു വഴികളും അവർ കണ്ടെത്തുന്നുമില്ല. അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുമില്ല. മറിച്ച് അതിനെ നശിപ്പിച്ച്, ഈ ദൈവികമായ ദൈവപുത്രനെ നശിപ്പിച്ചിട്ട് കൊന്നിട്ട് അവർ പിന്നെ സുഖലോപലരാകാനായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്ന് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നതും ഈ രീതിയിൽ ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടോ? ഇങ്ങനെയല്ല പറയുന്ന. അപ്പോൾ അത് വേദാന്താണ് യേശുക്രിസ്തുവും പറഞ്ഞത്. ആത്മജ്ഞാനാവസ്ഥയിൽ വരേണ്ടതാണ് മനുഷ്യൻ്റെ പൂർണ്ണത. അതിലേക്ക് വരുന്നില്ല. അതിലേക്ക് വരാതെ ഈ ജീവിതം, അവിടെയാണ് ആ വേദാന്തവും യേശുക്രിസ്തുവായിട്ടുള്ള കണക്ഷൻ വരുന്നത്. ഇപ്പോൾ ആത്മീകത അല്ലെങ്കിൽ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശാരീരികമായ ബോധത്തെയും മാനസികമായ ബോധത്തെയും പൊട്ടിച്ചുകൊണ്ട് ആത്മീക ബോധത്തെ ഉണർത്തുന്നതാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് വേദങ്ങളിലൊക്കെ വിരൽ ചൂണ്ടുന്നതും അങ്ങയുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ സാരാംശവും അത് തന്നെയല്ലേ? അതെ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആത്മീയ ഈ പൊട്ടിച്ച് നമ്മൾ അതിലേക്ക് ഉണരുക എന്ന് പറയുന്നത്, അതാണ് ഋഷികൾ പറയുന്ന ആ വൃക്ഷത്തെ സോഫ്റ്റ്വെയർ വൃക്ഷം ഉണ്ടല്ല, നമുക്ക് തടസ്സമായി നിൽക്കുന്നത് അത് പഞ്ചകോശങ്ങളുടെ സോഫ്റ്റ്വെയറാണത്. ആ സോഫ്റ്റ്വെയറെ നമ്മൾ കട്ട് ദ ട്രീ എന്നാണ്, അതിനെ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടില്ലേ, ഈ സൂക്ഷ്മനാടി,
അവിടുത്തെ മറ്റ് ഇൻ്റഗ്രേറ്റഡ് വർക്കില്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയില്ലേ, അവിടെ ഇല്ലാതാകുകയാണ്. അപ്പോൾ അവിടെ ശൂന്യമാണ്. അപ്പോൾ ഈ 90% ഇതുണ്ടല്ലോ അവിടെ ന്യൂറോൺ കോശങ്ങളിലെ ശക്തി, എനർജി അത് പ്രവഹിക്കുകയാണ് താഴോട്ട്. ആ പ്രവർത്തനം തന്നെ പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ ടോട്ടൽ 100% ഈ ന്യൂറോൺ കോശങ്ങളുടെ 100% പ്രവർത്തനത്തിൽ കൂടി നമ്മൾ ലോകത്തെ അറിയാം. അതാണ് യഥാർത്ഥ അറിവ്. അതെന്ന് പറഞ്ഞാൽ തരംഗങ്ങളിൽ കൂടി അറിയുകയാണ് നമ്മളെല്ലാം പ്രപഞ്ചത്തെ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സിദ്ധികളും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കോടിക്കണക്കിന് പ്രകാശവർഷം ദൂരെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അറിയാൻ പറ്റും മനുഷ്യന്. ഈ ഗ്രഹങ്ങളെപ്പറ്റി ഇതിൻ്റെ ചലനങ്ങളും ഇതിൻ്റെ ദൂരവും ഇതെല്ലാം ഋഷികൾ എങ്ങനെയാണ് കണ്ടെത്തി എഴുതി വെച്ചിരിക്കുന്നത്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യന് സാധ്യമാവുന്ന ഒരു അവസ്ഥയാണ്. അതൊന്ന്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മനുഷ്യനുള്ള ആനന്ദം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ലാത്തൊരു ആനന്ദമാണ്. ഇപ്പം നോർമൽ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവർ ശാരീരികമായും മാനസികമായുള്ള തലത്തിൽ അവർ സംതൃപ്തരാണ്. ഇത് ആത്മീക തലത്തിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം ആത്മീകമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? അത് ശരിക്കും അത്യാനന്ദാവസ്ഥയാണ്. ഈ 100% പ്രവർത്തിച്ച് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എത്തുക, അറിയുന്നതാണ് ആത്മജ്ഞാനം. അതാണ് ദൈവികാവസ്ഥ, മനുഷ്യന് സാധ്യമാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത്ര അത്യാനന്ദം അനുഭവിക്കുകയാണത്. അങ്ങനത്തെ സ്റ്റേജിൽ അത് 100% കൂടെ അത് നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ കാണിയേ. അതിനകത്ത് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനങ്ങൾക്ക് അത് സംതൃപ്തിയല്ല, അത് വെറും ഇതുള്ളതാണ്. അതേസമയത്ത് ആനന്ദം എന്ന് പറഞ്ഞ് ശരിക്കുള്ള ആനന്ദത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ ഒന്നും വേണ്ട, അവൻ അത് മതി, അതിൻ്റെ അത് അല്ല. അപ്പം മരണത്തിന് പോലും ഭയമില്ല, മരിക്കണമെന്നും ഒരു വിഷയമല്ല തോന്നും. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചാണ് വേദാന്തം പറയുന്നത്. വേദാന്തം പറയുന്ന ആ കാര്യത്തെപ്പറ്റിയാണ് യേശുക്രിസ്തുവും പറയുന്നുണ്ട് അതിനെപ്പറ്റി. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്തുള്ള ലളിതം ഇന്നത്തെ കാലത്തെ ഇതിങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. എന്നിട്ടും ഇത് വായിച്ചവർ പറയുന്നുണ്ട്, മൈക്കിളെ കുറച്ചുകൂടെ വിശദീകരണം കൊടുത്താലേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലാതെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പരിമിതമായ ഭാഷയിൽ ഇത്രയും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് വിശദീകരിച്ച് കൊടുക്കാനുള്ള ഇതില്ല. ചിലർ പറഞ്ഞു, മൈക്കിളെ 2000 പേജില്ലാതെ ഒന്നും ഇതൊന്നും മനസ്സിലാകില്ല, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുള്ളൂ നമുക്ക്. ഈ ഉപനിഷത്തൊക്കെ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് വാചകങ്ങളിൽ കൂടി ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഉപനിഷദമായാണത്. അറിവിൽ അടുത്തുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അറിവിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ബുക്കിൻ ആ ഒരു ആത്മജ്ഞാനത്തിൻ്റെ തലങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ട് റൂട്ടുകളൊന്നും മനസ്സിലാക്കി നമ്മളിതിലേക്ക് അപ്രോച്ച് ചെയ്താലുണ്ടല്ലോ, അപ്പോൾ മനസ്സിലാവും നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. എന്നുവെച്ചാൽ അറിവിൽ അടുത്തെത്തണം. താഴെയാണെങ്കിലും അടുത്തെത്തണം, അടുത്തെത്തിയവർക്ക് മനസ്സിലാവും. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ.